വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വിപണിയിൽ ഉണ്ടായിരുന്നത്. വാരാന്ത്യം മാത്രം നേട്ടത്തിൽ അവസാനിപ്പിച്ചു. ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിൽപ്പന വിപണിയിൽ പ്രകടമായിരുന്നു. പല ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലുമായിരുന്നു. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കുറേയൊക്കെ വിപണിയിൽ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും വിപണിയിലെ താഴ്ചയെ മറികടക്കാനോ പ്രതിരോധിക്കാനായില്ല. 24,000 എന്ന പ്രധാന നിലവാരത്തിന് താഴെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന ആഴ്ചയിൽ സമാന രീതിയിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. മൂന്നാം പാദ പ്രവർത്തന ഫലങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനകളായിരിക്കും വരുന്ന ആഴ്ചയിൽ വിപണിയെ സ്വാധീനിക്കുക. പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച വരാനില്ലെങ്കിൽ കൂടിയും അതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ഊഹാപോഹങ്ങളും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായി തുടരുകയാണെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയുടെ തോത് കുറഞ്ഞാൽ തന്നെ വരുന്ന ആഴ്ചയിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യത്തിന് സാധ്യതയുണ്ട്. ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിപണിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ തുടരുകയാണെങ്കിൽ തീർച്ചയായും ചെറുകിട നിക്ഷേപകർക്ക് ഇപ്പോൾ ഇനിയും വിപണിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വരുന്ന ഒരാഴ്ചയിൽ വിപണി നിർണായകം. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം.